ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാറ്റ് ഡമി. നാറ്റ് ഡമിയുടെ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ പറയുന്ന വിഷയങ്ങളെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് വ്യത്യസ്തമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ, അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, അത് എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സുകളിൽ അതിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്, അല്ലേ? മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കോഴ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്കത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കുന്നത്. നമുക്കത് നോക്കാം എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്, അല്ലേ? നമുക്കറിയാം ഇതിൽ നമ്മുടെ യൂണിറ്റുകളെ കുറിച്ച്, അത് തന്നെ SI യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ടു ബി യൂസ്ഫുൾ. അതായത് ഒരു യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ്, നമ്മൾ പല യൂണിറ്റുകളും പറയാറുണ്ട്. ഇപ്പോൾ കിലോഗ്രാം പറയാറുണ്ട്, ഗ്രാം പറയാറുണ്ട്, അതുപോലെ തന്നെ മീറ്റർ, കിലോമീറ്റർ, നോട്ടിക്കൽ മൈല്, പൗണ്ട്, ഇങ്ങനെ പല വിധത്തിലുള്ള യൂണിറ്റുകൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ്, ഒരു SI യൂണിറ്റ് ആയിക്കോട്ടെ, മറ്റേത് യൂണിറ്റ് ആയിക്കോട്ടെ, അത് യൂസ്ഫുൾ ആകണമെങ്കിൽ അതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന് വേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന്, റെലവൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ട്, കൺവീനിയൻ്റ് ആയിരിക്കണം. മൂന്നാമത്തെ, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. നാല്, ഓൾ ഓഫ് ദ എബോവ്. ഈ മൂന്നും എല്ലാം ഉൾക്കൊള്ളുന്നത് എന്നാണ്. അപ്പോൾ ഇതിലേതാണ് നമ്മൾ സെലക്ട് ചെയ്യും? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അതിന് റെലവൻസ് ഉണ്ടായിരിക്കണം, അല്ലേ? റെലവൻ്റ് ആണെങ്കിലേ അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ അതുകൊണ്ട് അത് യൂസ്ഫുൾ ആകണമെങ്കിൽ, ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയാണ്, യൂസ്ഫുൾ ആകണമെങ്കിൽ എന്തായിരിക്കണം? അത് റെലവൻ്റ് ആയിരിക്കണം, അത് മസ്റ്റാണ്. രണ്ടാമത്തെ എന്താണ്? കൺവീനിയൻറ്റ്. അത് അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ സൗകര്യപ്രദമായിരിക്കണം, അല്ലേ? കൺവീനിയൻ്റ് ആയിരിക്കണം. മൂന്നാമത്തെ, വെൽ ഡിഫൈൻഡ്. അതിന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഒരു യൂണിറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൂന്നും ഉൾക്കൊള്ളുന്നതാണ്, അല്ലേ? ഇത് മൂന്നും എന്താണ് നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുക. അത് യൂസ്ഫുൾ ആകണമെങ്കിൽ ഈ മൂന്ന് പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ എന്തായിട്ട് സെലക്ട് ചെയ്യാം? ഓൾ ഓഫ് ദി അബവ് എന്ന് വെച്ചാൽ ഈ മുകളിലുള്ള മൂന്നും സെലക്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള MCQ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പലർക്കും ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അവരാദ്യം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ള ധാരണയിൽ അവരെന്ത് ചെയ്യും, നേരെ നോക്കുന്ന ഈ റെലവൻറ്റിലേക്കായിരിക്കും. അപ്പോൾ റെലവൻറ്റ്, അത് ശരിയാണ്, ഒരു യൂണിറ്റ് റെലവൻ്റ് ആയിരിക്കണം, എന്നാൽ അത് യൂസ്ഫുൾ ആവുകയുള്ളൂ എന്നുള്ള ധാരണയിൽ അവരെന്ത് ചെയ്യും, നേരെ സെലക്ട് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യും. പിന്നീടായിരിക്കും അവരെന്ത് ചെയ്യുക, നമ്മുടെ ഈ പറയുന്നതിലേക്ക് ചിന്തിക്കുക. അപ്പോൾ ഉത്തരം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രമേ ആൻസർ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, യൂണിറ്റ് യൂസ്ഫുൾ ആകണമെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം എന്ന് പറഞ്ഞാൽ അത് റെലവൻ്റ് ആയിരിക്കണം, കൺവീനിയൻ്റ് ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഇനി ഈ യൂണിറ്റുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാവുന്ന അടുത്തൊന്നാണ് SI യൂണിറ്റ്. ഓക്കെ, SI യൂണിറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്നും ഡിറൈവ്ഡ് യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഡിറൈവ്ഡ് SI യൂണിറ്റ് ഓഫ് വോളിയം. അപ്പോൾ SI യൂണിറ്റ് നമുക്കറിയാം, അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള യൂണിറ്റ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഓഫ് വോളിയത്തിൻ്റെ ഡിറൈവ്ഡ് യൂണിറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചത്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണോ, മീറ്റർ റേസ്റ്റ് -3 ആണോ, മീറ്റർ ക്യൂബ് ആണോ, മീറ്റർ സെക്കൻഡ് റേസ്റ്റ് -1 ആണോ, ഇതിലേതാണ്, അതായത് മീറ്റർ പെർ സെക്കൻഡ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്താം? നമുക്ക് വോളിയം എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് എന്ന് നമുക്കറിയാം. അതിനെ നമുക്ക് SI യൂണിറ്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, ഏത് SI യൂണിറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്.
നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലെങ്ത് എന്ന് പറയുന്ന അതിൻ്റെ, അതായത് എൽ എന്ന് പറയുന്നത് ലെങ്ത്, അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ് അല്ലേ? ഇനി ഒരു വസ്തുവിൻ്റെ ഏരിയ കാണാൻ നമുക്ക് എന്ത് ഉപയോഗിക്കണം? നമ്മുടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് അവിടെയും ലെങ്ത് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മീറ്റർ ഇൻറ്റു മീറ്റർ ആണ് നമ്മുടെ ഏരിയയുടേത്. എന്ന് വെച്ചാൽ മീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ ഒരു വോളിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ലെങ്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന് വെച്ചാൽ ഇത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഇവിടെയും മീറ്റർ ആണ്. എന്ന് വെച്ചാൽ മീറ്റർ ക്യൂബ് വരും. ഓക്കെ, ഏരിയയുടേത് മീറ്റർ സ്ക്വയർ ആണെങ്കിൽ വോളിയത്തിൻ്റെത് എന്തായിരിക്കും? മീറ്റർ ക്യൂബ് ആയിരിക്കും. നമ്മുടെ ചോദ്യം നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിലേതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേതാണ് നമ്മുടേത്? മീറ്റർ ക്യൂബാണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊന്ന് ചോദിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ വോളിയത്തിൻ്റെ പകരം നമുക്ക് ഏരിയ ആണ് തന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ എന്തായിരിക്കും? അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള രൂപത്തിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള മെത്തേഡാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ SI യൂണിറ്റുമായി ബന്ധപ്പെട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ SI യൂണിറ്റ്? ഈ തന്നിരിക്കുന്നവയിൽ SI യൂണിറ്റ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കണം അല്ലേ? മീറ്റർ SI യൂണിറ്റ് ആണോ? അതിൽ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും. അതായത് ഈ കിലോഗ്രാമും മീറ്ററും കൂടി വരുമ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നതാണ്. നമ്മൾ കിലോഗ്രാം എന്ന് പറയുന്നത് ഒരു SI യൂണിറ്റ് ആണ്, അത് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ദൂരം അളക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുക കിലോമീറ്ററുമാണ്, അതും നമുക്കറിയാം. അങ്ങനെയുള്ള കേസുകളിൽ പലരും കരുതുന്നത് ഈ പറയുന്ന കിലോമീറ്ററും കിലോഗ്രാമുമാണ് SI യൂണിറ്റ് എന്നായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ കിലോഗ്രാം ഒരു SI യൂണിറ്റ് ആണ്, പക്ഷെ മീറ്റർ ആണ് ഇവിടുത്തെ SI യൂണിറ്റ്, കിലോമീറ്റർ അല്ല. കിലോമീറ്റർ ഒരു SI യൂണിറ്റ് അല്ല. ഓക്കെ, അവിടെ മീറ്റർ ആണ് SI യൂണിറ്റ്. ഇനി സെക്കൻഡ്, ടൈമിൻ്റെ കേസിൽ സെക്കൻഡ് തന്നെയാണ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് യാതൊരുവിധ മാറ്റമില്ല, അത് ഓക്കെയാണ്. ഇനി നോക്കൂ, ഇവിടെ ഈ പൗണ്ട് നമ്മുടെ തൂക്കം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്, പക്ഷെ അതൊരു SI യൂണിറ്റ് അല്ല. പൗണ്ട്, ഔൺസ് പോലെയുള്ളതൊന്നും ഒരു SI യൂണിറ്റ് അല്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പൗണ്ട്. ആൻസർ ഈ പൗണ്ട് ആണ്. കാരണം എന്താണ്? നമ്മളോട് ചോദിച്ചത് എന്താണ്? നോട്ട് ആൻ SI യൂണിറ്റ് എന്നാണ്. SI യൂണിറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? നമ്മുടെ ആൻസർ ആയിട്ടുള്ള പൗണ്ട് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്? കൺവേർട്ട് ദ ഫോളോയിങ് ഇൻടു റെസ്പെക്റ്റീവ് SI യൂണിറ്റ്. ഈ തന്നിട്ടുള്ളവയെ അനുയോജ്യമായ അല്ലെങ്കിൽ അതിനനുസരിച്ച SI യൂണിറ്റ് ആക്കി മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവയെ ഈ തന്നിട്ടുള്ള മൂന്നും എന്തല്ല? SI യൂണിറ്റ് അല്ല. ഇവയുടെ SI യൂണിറ്റ് നമുക്ക് എഴുതണം അല്ലേ? ഇവയുടെ SI യൂണിറ്റ് നമുക്ക് എഴുതണം. അപ്പോൾ നോക്കൂ, ഒന്നാമത്തത് മെട്രിക് ടൺ ആണ്. മെട്രിക് ടൺ എന്ന് പറയുന്നത് നമ്മൾ തൂക്കം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ടൺ എന്ന് പറയുന്ന 1000 കിലോഗ്രാമാണ്, അത് നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ഇവിടുത്തെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാമാണ് ഇവിടുത്തെ SI യൂണിറ്റ്. ഒന്നാമത്തിൻ്റെ കിട്ടി അല്ലേ? ഒരു മെട്രിക് ടൺ എന്നുള്ളതിൻ്റെ SI യൂണിറ്റ് എന്താണ്? അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റിയാൽ കിലോഗ്രാമാണ് നമുക്ക് ലഭിക്കുക. ഇനി നോക്കൂ, കിലോമീറ്റർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കിലോമീറ്റർ ഒരു SI യൂണിറ്റ് അല്ല. അവിടെ SI യൂണിറ്റ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നത് മീറ്റർ ആണ്. അപ്പോൾ കിലോമീറ്റർ എന്നുള്ളതിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ഇനി ഇയർ എന്നുള്ളത് ഒരു വർഷം എന്ന് പറയുന്നു, അതിനെങ്ങനെ SI യൂണിറ്റിലേക്ക് മാറ്റാമെന്ന്, അതിൻ്റെ SI യൂണിറ്റ് എന്താണ് എന്ന്. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു സമയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് അല്ലേ? ഒരു വർഷം സമയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സമയത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? അത് സെക്കൻഡാണ് അല്ലേ? സെക്കൻഡാണ് അതിൻ്റെ SI യൂണിറ്റ്. S കൊണ്ട് സൂചിപ്പിക്കുന്ന സെക്കൻഡാണ് അതിൻ്റെ SI യൂണിറ്റ്. അപ്പോൾ ഇങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറമൊക്കെയുള്ള മറ്റു യൂണിറ്റുകളെല്ലാം നമുക്ക് തരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മെട്രിക് ടണ്ണിൻ്റെ പകരം നമുക്കൊരു നോട്ടിക്കൽ മൈൽ തരാം.
ഇങ്ങനെ ക്വിൻ്റൽ തരാം, കിലോമീറ്ററിൻ്റെ പകരം നാനോമീറ്റർ തരാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ തരാം, പൈക്കോമീറ്ററോ മറ്റേതെങ്കിലും തരാം. ഇയറിൻ്റെ പകരം വീക്ക്, മന്ത് എന്നുള്ള രൂപത്തിലൊക്കെ തരാം, ഡേയ്സ് തരാം. പക്ഷെ അതൊന്നും അതിൻ്റെ SI യൂണിറ്റ് അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തോന്നും, പക്ഷെ ഈസിയാണ്. നമുക്ക് അതിൻ്റെ ഒരു റൂട്ട് പോലും നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷറിൻ്റെ യൂണിറ്റ് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രഷറിൻ്റെ യൂണിറ്റ് എങ്ങനെ ഡിറൈവ് ചെയ്യും? അപ്പോൾ നമുക്കറിയാം, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു നമ്മുടെ SI യൂണിറ്റിൽ നിന്നും വന്നിട്ടുള്ള ഒന്ന് ആകണം. SI യൂണിറ്റിൽ നിന്ന് അതിനെ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ രണ്ട് SI യൂണിറ്റുകളെ കണക്ട് ചെയ്യുന്നതായിരിക്കണം ഒന്ന് എന്നുള്ളത്. ഇവിടെ നോക്കൂ, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഒരു യൂണിറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷർ എന്ന് പറയുന്ന അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ അല്ലേ? ഫോഴ്സ് ബൈ ഏരിയ, നിശ്ചിത ഏരിയയിൽ ഫോഴ്സ് എത്ര അപ്ലൈ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയും. അപ്പോൾ ഇതിന് ഫോഴ്സിൻ്റെയും ഏരിയയുടെയും നമ്മുടെ യൂണിറ്റുകൾ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രഷറിൻ്റെ യൂണിറ്റ് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് ഏരിയ. യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് ഏരിയ എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്നാണ്. അപ്പോൾ ഇതിൽ ആദ്യം യൂണിറ്റ് ഓഫ് ഫോഴ്സ് കണ്ടെത്തണം. യൂണിറ്റ് ഓഫ് ഫോഴ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഏരിയയുടെ SI യൂണിറ്റ് എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ് എന്ത്? നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അതായത് L² വരുന്നു. L ഇൻറ്റു L അവിടെ, അതായത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ വരുമ്പോൾ മീറ്റർ സ്ക്വയർ വരും. ഇതാണ് അതിൻ്റെ യൂണിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെതും കിട്ടി, നമ്മുടെ ഏരിയയുടെയും കിട്ടി. അത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന ഇതൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടുന്നത് എന്താണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കൂ, കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു മീറ്ററും ക്യാൻസലായി. ഓക്കെ, പിന്നെ ബാക്കി എന്താണുള്ളത്? കിലോഗ്രാം മീറ്റർ ഇവിടെ ബൈ മീറ്റർ ആണ്, മീറ്റർ റൈസ് ടു -1 വരും. പിന്നെ ബാക്കിയുള്ളത് S റൈസ് ടു -2. നോക്കൂ, കിലോഗ്രാം മീറ്റർ റൈസ് ടു -1 S റൈസ് ടു -2 എന്നുള്ള ആയിരിക്കും ഇവിടുത്തെ നമ്മുടെ പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം നമുക്ക്. Give the common unit to measure our body temperature and write its SI unit. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കാനുള്ള കോമൺ യൂണിറ്റ് എന്താണ് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ടെമ്പറേച്ചറിൻ്റെ വിവിധ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നാണ്. ടെമ്പറേച്ചറിൻ്റെ വിവിധ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ SI യൂണിറ്റ് ആയിട്ടുള്ള കെൽവിനുണ്ട്. കെൽവിൻ, K എന്ന് പറയുന്ന കെൽവിൻ. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ സാധാരണ പറയാറുള്ളത് അല്ലേ? ഡിഗ്രി സെൽഷ്യസ് ഇത്ര ഡിഗ്രി ചൂടുണ്ട്, 30 ഡിഗ്രി ഉണ്ട്, 28 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ താപനില എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പല രീതിയിൽ പറയാറുണ്ട്, പല അളവുകൾ പറയാറുണ്ട്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ നമ്മൾ വെള്ളം തിളക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഫാരൻഹീറ്റ് എന്ന് പറയുന്ന അളവ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ, നമ്മൾക്ക് നല്ല പനിയുണ്ട് എന്ന് കരുതുക, പനി ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യും. എന്നിട്ട് പറയും 100 ഡിഗ്രി ഉണ്ട് എന്ന് പറയും. അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഡോക്ടർ അവിടെ പറയുന്ന 100 ഡിഗ്രി എന്ന് പറയുന്നത് എന്തല്ല, ഡിഗ്രി സെൽഷ്യസ് അല്ല, അത് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കാനുള്ള കോമൺ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ബോഡി ടെമ്പറേച്ചർ പറയാൻ ഉപയോഗിക്കാറില്ല.
ബോഡി ടെമ്പറേച്ചർ എത്രയാണ് എന്ന് ചിലപ്പോൾ നമുക്ക് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. പക്ഷെ അത് അളക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റിലാണ് നമ്മൾ സാധാരണ ഇത് പറയാറുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ചോദിച്ച ചോദ്യം എന്താണ്? റൈറ്റ് ഇറ്റ്സ് SI യൂണിറ്റ് എന്നാണ്. അതിൻ്റെ SI യൂണിറ്റ് എഴുതണം. ഏതാണ് SI യൂണിറ്റ്? ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ കെൽവിനാണ്. കെൽവിനാണ് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക പലപ്പോഴും ഇങ്ങനെ ചെയ്യാനായിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി നോക്കാം അല്ലേ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അത് ഇത്തരത്തിൽ പല ടൈപ്പ് ചോദ്യങ്ങളും വരാം. നേരത്തെ ചെയ്തതുപോലെ SI യൂണിറ്റ് ഏതാണ് എന്നുള്ളൊരു ചോദ്യം വരാം. ഇനി അതുപോലെ കുറേ യൂണിറ്റുകൾ തന്നിട്ട് ഇതിൽ SI യൂണിറ്റ് അല്ലാത്തത് ഏത് എന്നുള്ള ചോദ്യം വരാം. ഇങ്ങനെ പല രൂപത്തിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ നോക്കൂ, ഇവിടെ ഒന്ന് തന്നിട്ടുള്ളത് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയുടെ SI യൂണിറ്റ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ എഴുതും? നമുക്ക് അതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താം. കിലോ വാട്ട് ഹവർ. ഈ കിലോ വാട്ട് ഹവർ ആണ് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ. നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോയാൽ അവിടെ നമുക്ക് കാണാം KWH എന്നാണ്, കിലോ വാട്ട് ഹവർ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കിലോ വാട്ട് ഹവറിലാണ് നമ്മളൊരു യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു കിലോ വാട്ട് ഹവർ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കിലോ വാട്ട് ഹവർ മാത്രമേ നമ്മുടെ ഇതിൻ്റെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ എനർജിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് ഹവർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ലേബൽ എയിൽ മാർക്ക് ചെയ്യാനാണ്. കോളം 1ഉം കോളം 2 അത് തമ്മിൽ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. നമുക്ക് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? മാച്ച് കോളം 1 സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ഓഫ് കോളം 2 ആണ്. കോളം 1ൽ തന്നിട്ടുള്ളത് SI യൂണിറ്റ് ഓഫ് പ്രഷർ. SI യൂണിറ്റ് ഓഫ് പ്രഷർ. കോളം 2ൽ തന്നിട്ടുള്ളത് SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. രണ്ടെണ്ണത്തിൻ്റെ SI യൂണിറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോളം 2ൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. കെൽവിന് തന്നിട്ടുണ്ട്, സെൽഷ്യസ് തന്നിട്ടുണ്ട്, പാസ്കൽ തന്നിട്ടുണ്ട്, കാൻഡില തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ SI യൂണിറ്റുകൾ ഏത് എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, കാൻഡില എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്, കെൽവിൻ SI യൂണിറ്റ് ആണ്, സെൽഷ്യസ് SI യൂണിറ്റ് അല്ല, പാസ്കൽ SI യൂണിറ്റ് ആയിട്ടല്ല, അതിൻ്റെ മറ്റൊരു നെയിം ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, പ്രഷറിൻ്റെ SI യൂണിറ്റ്. പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ എന്ന് പറയും. പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്കലാണ്. ഓക്കെ, പാസ്കലാണ്. പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പാസ്കലായിട്ടാണ് പറയുന്നത്. ഇനി SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ അത് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, അത് കെൽവിനാണ് അല്ലേ? അപ്പോൾ സെൽഷ്യസ് അത് ഉപയോഗിക്കുന്ന മറ്റൊരു ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സ്കെയിലാണ്, പക്ഷെ അത് SI യൂണിറ്റ് അല്ല എന്ന്. അങ്ങനെയാണ് കാൻഡില എന്താണ്? കാൻഡില ഒരു SI യൂണിറ്റ് ആണ്. അത് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു SI യൂണിറ്റ് ആണ് എന്ത് പറയുന്നത്? കാൻഡില എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യംസ് നമുക്ക് ഒരുപാട് വരാം. ഓക്കെ, അപ്പോൾ ഈ ലെവലിലുള്ള ചോദ്യംസ് നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ഇനി ഇതുപോലെയുള്ള ചോദ്യംസ് ആണ് നമുക്ക് ചെയ്തു നോക്കാനുള്ളത്. ഇനി നമുക്ക് ഇതുപോലെയുള്ള മറ്റു ചില ചോദ്യങ്ങൾ കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ആറ്റോമിക് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ആറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒറ്റ സെഷനിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ചില നമ്മുടെ പോസ്റ്റ്ലൈറ്റ്സ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സാധാരണ വരിക. അതിൽ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനില്ല, അത് കൃത്യമായിട്ട് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ചോദിച്ചിട്ടുള്ളത് ഡിസ്ക്രൈബ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം, വാട്ട് ഈസ് ഇറ്റ് കോൾഡ് എന്നാണ് ചോദിച്ചത്. അതായത് നമുക്കറിയാം ആറ്റോമിക് മോഡൽസ് പല ടൈപ്പ് ഉണ്ട് എന്നറിയാം. അതിൽ ആദ്യത്തെ രൂപമായിട്ട് വന്നിട്ടുള്ള തോംസൺസ് അറ്റോമിക് മോഡലാണ്.
ആ മോഡലിനെ കുറിച്ച് വിശദീകരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനെ എന്ത് പേരിലാണ് വിളിച്ചിരുന്നത് എന്ന് കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ തോംസന്റെ അറ്റോമിക് മോഡൽ നമുക്കറിയാം. അത് കഴിഞ്ഞ് റുദർഫോർഡിൻ്റെ അറ്റോമിക് മോഡൽ വന്നിട്ടുണ്ട് എന്ന് പറയാം. അത് കഴിഞ്ഞ് നീൽസ് ബോറിൻ്റെ അറ്റോമിക് മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തോംസന്റെ മോഡലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ മോഡൽ പ്രകാരം എന്തൊക്കെയാണ് പറയുന്നത്? Atoms can be considered as a large sphere of uniform positive charge with a number of small negatively charged electrons scattered through it. ഉദ്ദേശിക്കുന്നത് ഇതിലെ ഈ പോസ്റ്റ്ലേറ്റ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുണ്ടാവുക. ഓക്കെ, ഈ ഒരു മോഡലാണ് നമ്മൾ ഇവിടെ ചോദിച്ചത്. ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് പറയുന്നത്. അപ്പോൾ തോംസൺ അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഈ ഒരു ആറ്റം എന്ന് പറയുന്നത് ഒരു ലാർജ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മോഡൽ പ്രകാരം അങ്ങനെയായിരുന്നു. ഒരു ലാർജ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിൽ പോസിറ്റീവ് ചാർജുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നും അതുപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് അതിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നു എന്നും ആയിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോഡൽ വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിനെ വിളിച്ചിരുന്ന രണ്ട് പേരുണ്ടായിരുന്നു. ഒന്ന് പ്ലം പുഡിംഗ് മോഡൽ എന്നും അതല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്നും വിളിച്ചിരുന്നു. രണ്ട് പേരിലും വിളിച്ചിരുന്നു. പ്ലം പുഡിംഗ് മോഡലെന്നും വാട്ടർമെലൺ മോഡലെന്നും. ഇപ്പോൾ നോക്കൂ, വാട്ടർമെലൺ എന്ന് പറയുന്ന നമ്മുടെ തണ്ണിമത്തൻ, അതിലെന്തായിരുന്നു ഉണ്ടായിരുന്നത്? അതിൽ ചുവപ്പ് കളറിലുള്ള ഒരു ഇതിൻ്റെ തൊലി ഒഴിവാക്കി നമുക്ക് കിട്ടുന്ന ചുവപ്പ് കളറിലുള്ള ഒരു സ്ഫിയർ ആയിരിക്കും. അതിൽ അവിടെ ഇവിടെ ആയിട്ട് കുറേ കുരുക്കൾ ഉണ്ടാവും, ഒരുപാട് സീഡ്സ് ഉണ്ടാവും. ഇതുപോലെ ആയിരുന്നു ഒരു ആറ്റം എന്ന് നമ്മുടെ തോംസൺ പറഞ്ഞിരുന്നു. അതായത് ഒരു സ്ഫിയർ ആയിരിക്കും, ആ സ്ഫിയറിൽ പല സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ദ ഇലക്ട്രോൺസ് റെപ്രസെന്റ് ദ പ്ലംസ് ഇൻ ദ പുഡിംഗ് മോഡൽ ഓഫ് നെഗറ്റീവ് ചാർജ്. അതായത് ഒരു പുഡിംഗ് എടുക്കുകയാണെങ്കിൽ അതിലൊരു പ്ലം നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, വലിയ രീതിയിലുള്ള പ്ലം ആണെങ്കിൽ അതിൽ പുഡിങ്ങിൽ നമ്മൾ പ്ലം പിക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അത് പുഡ് ചെയ്യുന്നത് പോലെയുള്ള ഇലക്ട്രോൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ആ പ്ലം എന്ന് പറയുന്നു ഈ പറയുന്ന തോംസൺസ് അറ്റോമിക് മോഡൽ. അപ്പോൾ അങ്ങനെയായിരുന്നു അദ്ദേഹം ഈ ഒരു മോഡലിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തോംസന്റെ അറ്റോമിക് മോഡലിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിർബന്ധമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതേതാണ്? അത് നമ്മുടെ റുദർഫോർഡിൻ്റെ മോഡലാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് എനി ടു റിസൾട്ട്സ് ഓഫ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലെയിൻഡ് ബൈ റുദർഫോർഡ്. റുദർഫോർഡ് നടത്തിയ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അതിലെ രണ്ട് റിസൾട്ടുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന് അതിൻ്റെ റിസൾട്ടുകളാണ്. അതായത് ഒന്നുകിൽ അത് എങ്ങനെ ചെയ്തു എന്ന് നമ്മളോട് ചോദിക്കാം, അതിൻ്റെ അപ്പാരറ്റസ് എങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു ഗോൾഡ് ഫോയിൽ ഉണ്ടായിരുന്നു. ആ ഗോൾഡ് ഫോയിലിൻ്റെ ഇപ്പുറത്ത് ഒരു ആൽഫ റേയുടെ ഒരു സോഴ്സ് ഉണ്ടായിരുന്നു. ആ സോഴ്സിൽ നിന്നും ഗോൾഡ് ഫോയിലിലേക്ക് എന്ത് ചെയ്യുന്നു, ഇതിനെ ബോംബാർഡ് ചെയ്യിക്കുന്നു. അങ്ങനെ അതിന് ചുറ്റും ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെക്കുന്നു. അതിലുണ്ടാകുന്ന റിഫ്ലക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് ഒരുപാട് റിസൾട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മുടെ റുദർഫോർഡ് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളോട് ഒന്നുകിൽ അത് ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ അടിസ്ഥാനമാക്കി റുദർഫോർഡ് കണ്ടെത്തിയ റിസൾട്ടുകൾ എന്താണ് എന്ന് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ചോദിക്കുന്ന അതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് എന്താണ്? ഏതെങ്കിലും രണ്ട് പോസ്റ്റ്ലേറ്റ്സ് പറയാനാണ്, രണ്ട് റിസൾട്ട് പറയാനാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഡിസ്ക്രൈബ് റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം, സ്റ്റേറ്റ് ദ ഡ്രോബാക്സ് ഓഫ് ദിസ് മോഡൽ. ഇപ്പോൾ ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസും ആക്കി ചോദിക്കാം. ഒന്നുകിൽ ആ ഒരു നേരത്തെ നമ്മൾ തോംസന്റെ മോഡൽ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്ന മോഡൽ നമ്മളോട് ചോദിച്ചേക്കാം. ഇനി മറ്റൊന്ന്, സ്റ്റേറ്റ് ദ ഡ്രോബാക്സ് ഓഫ് ദിസ് മോഡൽ. അതായത് റുദർഫോർഡിൻ്റെ മോഡൽ അതിന് ചില ഡ്രോബാക്സ് ഉണ്ട്, ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മകൾ എന്തൊക്കെയെന്ന് നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ചോദ്യം പ്രകാരം എന്തായിരുന്നു ആ ഒരു ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, റുദർഫോർഡ് നടത്തിയ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് റിസൾട്ട് എന്തായിരുന്നു എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതേണ്ടത് ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. എന്തായിരുന്നു? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് സ്ട്രൈറ്റ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. അതായത് ആ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ ആൽഫ റേ ഒരു ഗോൾഡ് ഫോയിലിലൂടെ കടത്തി വിട്ടപ്പോൾ ഭൂരിഭാഗം അതിനുള്ളിലൂടെ നേരെ കടന്നു പോയി എന്നാണ്. സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വർ ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്.
ചില ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിൾസിന് ചെറിയൊരു വ്യതിയാനം സംഭവിച്ചു, അതിൻ്റെ പാത്ത് നേരെ പോകാതെ ചെറിയൊരു ചെരിവ് വന്നു, അതാണ് ഡിഫ്ലക്റ്റഡ് എന്ന് പറയുന്നത്. ഇനി എ ഫ്യൂ പാർട്ടിക്കിൾസ്, വളരെ ചെറിയ പാർട്ടിക്കിൾസ് വേർ ഡിഫ്ലക്റ്റഡ് ബൈ ലാർജ് ആംഗിൾസ്, അതായത് വളരെ ചെറിയ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, നല്ലൊരു ഡീവിയേഷൻ വന്നു, അതായത് ഒരുപാട് ഡിഗ്രി ചെരിവ് അതിന് സംഭവിച്ചു എന്നാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അബൌട്ട് 1 in every 12,000 പാർട്ടിക്കിൾസ് എക്സ്പീരിയൻസ് എ റിബൗണ്ട്, അതായത് ഓൾമോസ്റ്റ് 12,000 ആൽഫ പാർട്ടിക്കിൾസിൽ ഒന്ന് എന്ന് വെച്ചാൽ വളരെ 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 ചെറിയ ഒരു ആൽഫ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, അത്രയും കുറഞ്ഞ എണ്ണം ആൽഫ പാർട്ടിക്കിൾസ് എന്ത് സംഭവിച്ചു, റീബൗണ്ട് ചെയ്തു. അതായത് ഇങ്ങനെ പോയത്, നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയൊരു ചെരിവ് വന്നതും വളരെ വലിയ ചെരിവ് വന്നതുകൊണ്ട്, പക്ഷെ വളരെ ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ നമ്പറിലുള്ള ചില ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, റീബൗണ്ട് ചെയ്തു, അതായത് പോയ അതേ റൂട്ടിൽ തന്നെ തിരിച്ചു വന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ റിസൾട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന 4 റിസൾട്ടുകളാണ് എഴുതേണ്ടത്. ഇനി ഇതിൽ നിന്നും നമ്മുടെ റുദർഫോർഡ് കണ്ടെത്തിയ മോഡൽ അതെന്തായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്തായിരുന്നു എന്നാണ് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. An atom contains dense and positively charged region located at center. It was called nucleus. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു ആറ്റം എന്ന് പറയുന്നതിൻ്റെ പോസിറ്റീവ് ചാർജ് എല്ലാം സെൻറ്റർ ഭാഗത്താണ് എന്നുള്ളത്. ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ് എന്നാണ്. ഇനി അതുപോലെ ഓൾ ദ പോസിറ്റീവ് ചാർജ് ഓഫ് എൻ ആറ്റം ആൻഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് വാസ് കണ്ടെയ്ൻഡ് ഇൻ ദ ന്യൂക്ലിയസ്. എല്ലാ പോസിറ്റീവ് ചാർജും ഒട്ടുമിക്ക മാസും, ഒരു ആറ്റത്തിന് ഒട്ടുമിക്ക മാസും ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ റിസൾട്ട്, അതിൻ്റെ പോസ്റ്റുലേറ്റ്. ഇനി മൂന്നാമത്, റെസ്റ്റ് ഓഫ് എൻ ആറ്റം മസ്റ്റ് ബി എൻ എംപ്റ്റി സ്പേസ് വിച്ച് കണ്ടെയ്ൻസ് ദ മച്ച് സ്മോളർ നെഗറ്റീവ്ലി ചാർജഡ് ഇലക്ട്രോൺ. അതായത് നമ്മുടെ ഒരു ആറ്റത്തിൻ്റെ വളരെ ചെറിയ സെൻട്രൽ ഭാഗം എന്താണ്, നമ്മുടെ പോസിറ്റീവ് ചാർജുകൾ നിറഞ്ഞതാണ്. പക്ഷെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒരു ഹോളോ സ്പേസ് ആണ്, ഒരു എംപ്റ്റി സ്പേസ് ആണ്. അതിലൂടെ അതിലൂടെ എന്തുണ്ട്, അവിടെ ആയിട്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇതിലായിട്ട് പറഞ്ഞിരുന്നത്. ഇനി നേരത്തെ ചോദിച്ച റുദർഫോർഡിൻ്റെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു അല്ലേ, ആ ഡ്രോബാക്സ് ഇങ്ങനെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കാം. 2 ഡ്രോബാക്സ് അല്ലെങ്കിൽ 3 ഡ്രോബാക്സ്, എനി ഡ്രോബാക്സ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവിടെ നമുക്ക് 3 കാര്യങ്ങളാണ് ഡ്രോബാക്സിനെ കുറിച്ച് പറയാനുണ്ടാവുക. ഈ ചോദ്യം ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഡ്രോബാക്സ് വളരെ സാധ്യത കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡ്രോബാക്സ് വളരെ ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യുക. അപ്പോൾ ഇതിൽ ഒന്നാമത് പറഞ്ഞത്, അക്കോർഡിംഗ് ടു മാക്സ്വെൽ ഇലക്ട്രോണിക് തിയറി, അതായത് EM തിയറി, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ, ഇഫ് എ ചാർജ് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ ആക്സിലേറ്റ്സ് അറൌണ്ട് ന്യൂക്ലിയസ് ഇറ്റ് വുഡ് കണ്ടിന്യൂസ്ലി ലൂസ് എനർജി ആൻഡ് ഫെയിൽ ഇൻ ടു ന്യൂക്ലിയസ്. ഹവർ ആറ്റംസ് ആർ സ്റ്റേബിൾ, സച്ച് എ കൊളാപ്സ് ഡസ് നോട്ട് ഒക്കെ. അത് ഉദ്ദേശിക്കുന്നത് റുദർഫോർഡിൻ്റെ തിയറി പ്രകാരം ഈ പറയുന്ന ഇലക്ട്രോൺസ് ഇതിനെ ചുറ്റുകയാണ്. അങ്ങനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇതിനെ ചുറ്റുകയാണെങ്കിൽ, അതായത് മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം എന്താണ്, ഇങ്ങനെ ചുറ്റുകയാണെങ്കിൽ ഇതിൻ്റെ എനർജി നഷ്ടപ്പെടും. എനർജി നഷ്ടപ്പെടുമ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഇത് ന്യൂക്ലിയസിൽ ചെന്ന് കൂട്ടിയിടിക്കാനും അങ്ങനെ അത് ആറ്റം നശിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നുകിൽ മാക്സ്വെല്ലിൻ്റെ തിയറി തെറ്റാണെന്ന് പറയണം, അല്ലെങ്കിൽ ഈ പറയുന്ന മോഡലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറയണം. അപ്പോൾ മാക്സ്വെല്ലിൻ്റെ തിയറി ഒരിക്കലും തെറ്റല്ല, അത് ക്ലിയർ ആണ് എന്ന് നമ്മൾ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് എന്ത് പറയാം, ഇവിടെ റുദർഫോർഡിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രോബാക്ക്, ആ മോഡലിൻ്റെ ഒരു ഡ്രോബാക്ക്. രണ്ടാമത്തെ, ദിസ് മോഡൽ ഡസ് നോട്ട് സേ എനിത്തിങ് അബൌട്ട് ദ വേ ദ ഇലക്ട്രോൺസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഏത് അർത്ഥത്തിലാണ്, ഏത് റീജിയനിലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. മൂന്നാമത്തെ, ദിസ് മോഡൽ നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അറ്റോമിക് മാസ് ആൻഡ് അറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പറും അറ്റോമിക് മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, നമ്മുടെ റുദർഫോർഡിന് പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇനി ചെറിയ ചില ന്യൂട്രോണുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നോക്കൂ, വാട്ട് ഈസ് എ ന്യൂട്രോൺ ആൻഡ് വെയർ ഈസ് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ദ ആറ്റം. അതായത് എന്താണ് ന്യൂട്രോൺ എന്നും അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത്, എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ് നിൽക്കുന്നത്? ഇറ്റ് ഈസ് എ ന്യൂട്രൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിൽക്കുന്ന
ഒരു ന്യൂട്രൽ സബ് ആറ്റോമിക് പാർട്ടിക്കിളാണ്. അത് ശ്രദ്ധിക്കണം. എന്താണ് ന്യൂട്രൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ന്യൂട്രൽ എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്തത്, പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് അല്ലാത്ത ഒന്നിനെയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂട്രൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, ഒരു ആറ്റത്തിനുള്ളിൽ ഉള്ള പാർട്ടിക്കിളാണ് നമ്മുടെ ന്യൂട്രോൺ എന്ന് പറയുന്നത്. അത് എവിടെയാണ് നിൽക്കുന്നത്? ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് അത് നിൽക്കുന്നത് എന്നാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. ഹൗ വിൽ യു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൻ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ? ഒരു ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും നിങ്ങൾ ഇങ്ങനെ വേർതിരിക്കുമെന്നാണ്. നമുക്കറിയാം ഇലക്ട്രോണും പ്രോട്ടോണും സബ് ആറ്റോമിക് പാർട്ടിക്കിൾസാണ്. അതിൻ്റെ ചാർജിലും മാസും അത് രണ്ടും വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേർതിരിക്കാം, അല്ലെങ്കിൽ ഇതിനെ വേർതിരിച്ച് അവതരിപ്പിക്കാനാവും. എങ്ങനെയെന്ന് നോക്കാം. ദ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഇൻ ടേംസ് ഓഫ് ദെയർ ചാർജ് ആൻഡ് മാസ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചാർജും മാസും ഇതുവഴിയാണ് നമുക്ക് പ്രോട്ടോണിനെയും അതുപോലെ തന്നെ ഇലക്ട്രോണിനെയും വേർതിരിച്ചറിയാൻ പറ്റുക. എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, പ്രോട്ടോൺ ഈസ് പോസിറ്റീവ്ലി ചാർജ്. ഇപ്പോൾ ഒരു ആറ്റത്തിൽ ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. അതിൽ ന്യൂട്രോൺ ന്യൂട്രൽ ചാർജ് ആണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ചാർജ് എന്താണ്? അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇലക്ട്രോൺ എന്നുള്ളത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, പക്ഷെ പ്രോട്ടോൺ എന്നുള്ളത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇനി അതിൻ്റെ മാസ് നോക്കാം. ദ പ്രോട്ടോൺ ഈസ് മച്ച് ഹെവിയർ ദാൻ ദ ഇലക്ട്രോൺ. ഇറ്റ് ഈസ് അബൌട്ട് 1840 ടൈംസ് ഹെവിയർ. അതായത് ആരാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്? പ്രോട്ടോൺ ആണ്. നമ്മുടെ ഇലക്ട്രോണിനേക്കാൾ 1840 മടങ്ങ് വലിപ്പം ഹെവിയർ ആണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഭാരം കൂടിയതാണ് നമ്മുടെ പ്രോട്ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. പ്രോട്ടോൺ പോസിറ്റീവാണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. പ്രോട്ടോൺ ആണ് ഹെവിയർ, ഇലക്ട്രോണിനേക്കാൾ 1840 ടൈംസ് ഹയർ ആണ്, അല്ലെ ഇൻ ടേംസ് ഓഫ് വെയിറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും വ്യത്യാസങ്ങൾ കണ്ടെത്താം. ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മാസ് നമ്പറും അറ്റോമിക് നമ്പറും തമ്മിലുള്ള കണക്ഷൻസും അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട്, എ സോഡിയം ആറ്റം ഹാസ് അറ്റോമിക് നമ്പർ ഓഫ് 11. അതായത് സോഡിയം ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് മാസ് നമ്പർ ഓഫ് 23, മാസ് നമ്പർ 23 ആണെന്ന് തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 11, മാസ് നമ്പർ 23. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ സോഡിയം ആറ്റം. അതായത് ഒരു സോഡിയം ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നും നമ്മൾക്ക് വേറെ ഒന്നും തന്നിട്ടില്ല. നമുക്ക് നൽകിയിട്ടുള്ളത് അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, മാസ് നമ്പർ തന്നിട്ടുണ്ട്. ഇനി പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കാണണം. നോക്കൂ, അറ്റോമിക് നമ്പർ എത്രയാണ്? ഓക്കെ, അറ്റോമിക് നമ്പർ എത്രയാണ്? ഇവിടെ 11 ആണ്. മാസ് നമ്പർ എത്രയാണ്? 23 ആണ്. ഇത് രണ്ടും നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടെത്താം? അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് അതിൻ്റെ പ്രോട്ടോണിൻ്റെയും നമ്പർ. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് അതിൻ്റെ പ്രോട്ടോൺ നമ്പർ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്രോട്ടോൺ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? പ്രോട്ടോണിൻ്റെ നമ്പർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ നമ്പർ എന്താണ്? ഇവിടെ ഒരു സോഡിയം ആറ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അതായത് ഇതിൻ്റെ ചാർജ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ന്യൂട്രൽ ആറ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോൺ എത്രയാണോ അത്ര തന്നെ ഇലക്ട്രോൺസും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോൺ 11 ആണെങ്കിൽ ന്യൂട്രോണും എത്ര തന്നെ ഉണ്ടായിരിക്കും? 11 തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം, അല്ലേ? പ്രോട്ടോൺ 11 ആണെങ്കിൽ ഇലക്ട്രോൺസും 11 തന്നെ ആയിരിക്കും. എങ്ങനെയാണ് ഈ 11 കിട്ടിയത്? അറ്റോമിക് നമ്പർ 11 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടോൺ 11 ആണ്. പ്രോട്ടോൺ 11 ആണോ എങ്കിൽ ഇലക്ട്രോണും 11 തന്നെയാണ്. ഇനി മാസ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 23. അതിൽ നിന്ന് ന്യൂട്രോണിൻ്റെ എണ്ണം കാണും. അപ്പം മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും കൂട്ടിയതാണ്. നമുക്ക് ഇവിടെ
മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 23 തന്നിട്ടുണ്ട്. പ്രോട്ടോണിന്റെ നമ്പർ 11 തന്നിട്ടുണ്ട്. ഇവിടെ ന്യൂട്രോണിന്റെ നമ്പറാണ് നമുക്ക് കാണേണ്ടത്. ന്യൂട്രോണിന്റെ നമ്പർ 11 ന്യൂട്രോണിന്റെ നമ്പർ കൂട്ടിയാൽ 23 കിട്ടും. അപ്പോൾ ന്യൂട്രോണിന്റെ നമ്പർ കാണാൻ 23 നിന്നും 11 കുറച്ചാൽ മതി, നമുക്ക് 12 കിട്ടും. അപ്പോൾ ഇവിടെ ന്യൂട്രോണിന്റെ നമ്പർ എത്രയാണ്? 12. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ വരാം. ഇനി ഇത് മാറ്റിക്കൊണ്ടും നിങ്ങൾക്ക് തരാം അല്ലേ? ന്യൂട്രോണിന്റെ നമ്പർ കാണാതെ നേരെ തിരിച്ച് മാസ് നമ്പർ കാണാൻ പറയാം. ഇത് രണ്ടും തന്നാൽ മാസ് നമ്പർ കാണാൻ അത് രണ്ടും ആഡ് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് എൻ ആറ്റം വിച്ച് ഹാസ് 7 പ്രോട്ടോൺസ് ആൻഡ് 8 ന്യൂട്രോൺസ്? മാസ് നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രോട്ടോണിന്റെ എണ്ണം തന്നിട്ടുണ്ട്, ന്യൂട്രോണിന്റെ എണ്ണം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അതായത് ന്യൂക്ലിയസിലുള്ള ഇത് എന്താണോ അതിൻ്റെ എണ്ണമാണ്, ടോട്ടൽ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കാരണം ന്യൂട്രോൺസും പ്രോട്ടോണും ന്യൂക്ലിയസിലാണ് ഉണ്ടാവുക, അതിൻ്റെ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? ഇവിടെ തന്നിട്ടുള്ളത് 7 ആണ്. അതുപോലെ ന്യൂട്രോൺ 8 തന്നിട്ടുണ്ട്. 7 + 8 15. 7 + 8 15. അപ്പോൾ ഇവിടുത്തെ മാസ് നമ്പർ എത്രയാണ്? 7 + 8 15 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺസുമായിട്ടും പ്രോട്ടോണുമായിട്ടും മാസ് നമ്പറും അറ്റോമിക് നമ്പറും ഉള്ള കണക്ഷൻസ് മനസ്സിലാക്കി നമുക്ക് ഈ പറയുന്ന ആൻസേഴ്സ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക്കുകളുടെ കൂടുതൽ ഡിസ്കഷൻസ് നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെ താൽക്കാലികമായിട്ടൊരു വിട പറയുകയാണ്. താങ്ക് യു. ബൈ.